ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫ്എക്സ് ടോക്സ് അനദർ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ വീക്ക് ഞാൻ എത്ര ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, അതിൽ എത്ര സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്, എത്ര ടാർഗറ്റ് വന്നിട്ടുണ്ട്, എന്റെ റിസ്ക് റിവാർഡ് എത്രയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകാം. ഞാൻ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നില്ല. എന്റെ എക്സിക്യൂഷൻസും കാര്യങ്ങളും 5 മിനിറ്റ്സിൽ മാത്രമാണ് എക്സ്പ്ലെയിൻ കാര്യങ്ങളും ചെയ്യുന്നത്. ഹൈ ടൈം ഫ്രെയിമിലേക്കൊന്നും പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡ്സും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എഫ്എക്സ് സ്റ്റോക്സിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രേഡിംഗ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം കഴിഞ്ഞ വീക്ക് ഞാൻ എടുത്തുള്ള ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ എഫ്എക്സ് റീപ്ലേയിലേക്ക് വന്നിട്ടാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെഷൻസ് അതേപോലെ തന്നെ ആ ഒരു ടൈം ഫ്രെയിം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 മിനിറ്റ് സ്പീഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പൗസ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പറ്റും, മൂവ് ആകുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഫ്എക്സ് റീപ്ലേനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളിലും ആ ഒരു ചാനലിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സെഷന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ കുറച്ചും കൂടി ടൈം സ്പീഡായി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈഡേയിലെ ചാർട്ടാണ്. നമ്മൾ എക്സിക്യൂഷൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്ക് ഒരു 11 ടു ഫ്രൈഡേ വരെ 15 വരെയുള്ള ഡേറ്റിലെ എക്സിക്യൂഷൻസ് ആണ് നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ടൈം ഫാസ്റ്റും കാര്യങ്ങളാക്കുന്നുണ്ട്. ഇവിടെ 10 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി സ്പീഡായിട്ട് മൊമെന്റം ചെയ്യുന്ന കാണുന്നുണ്ടാവും. ഇവിടെ ഇപ്പം 15 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ സ്പീഡും കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ ഇവിടെ 30 കൊടുക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആണെന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു മൺഡേയിലെ അനാലിസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ ഞാൻ. ഓക്കെ, ഞാനത് സ്പീഡ് എനിക്ക് കുറക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ്സ് വെക്കാം. ഓക്കെ, ഒരു ഏഷ്യൻ സെഷന്റെ റേഞ്ച് എടുത്തിട്ടുള്ളത് ആ ഒരു 22:00 വരെയാണ്. ഞാൻ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തോട്ടെ. ഇവിടെ ഇവിടെ നമുക്ക് ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ 22:02 വരെയാണ് കൺസിഡർ ചെയ്യുന്നത് ഏഷ്യൻ സെഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു 1.5x ഇട്ടിട്ട് അപ്പൊ കുറച്ചും കൂടി സ്പീഡായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം ഒരു 2 o'clockന് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ടൈം സോൺ UTC-4 ന്യൂയോർക്കിലായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺ സൈഡ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ടൈം. ഞാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ ലണ്ടനിൽ കൂടുതൽ സമയത്ത് ഞാൻ ലൈവും കാര്യങ്ങളെല്ലാം വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയാസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 2ന് ശേഷം ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതലായിട്ട് ഞാൻ അനാലിസും കാര്യങ്ങളും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് എന്റെ എക്സിക്യൂഷനും ആ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റിട്രേസ്മെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു FEGയിലേക്ക്. ഓക്കെ, ഇവിടെ ഞാൻ ആ ഒരു FEG ഡ്രോ ചെയ്യുന്നുണ്ട്. ഒരു FEG ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ ഒരു ഏരിയാസ് എൻട്രി എക്സിക്യൂഷൻ പ്ലാൻ സ്റ്റോപ്പ് ലോസ് ലോ TP ഒരു 1:2 ആണ്. നമ്മൾ ഫിക്സ്ഡ് ആൻഡ് റിസ്ക് റിവാർഡ് ആണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ഈ ഒരു സെയിം ട്രേഡ് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു ഏരിയാസിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. പ്രൈസ് വളരെ ക്വിക്ക് ആയിട്ട് കയറി പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി റിട്രേസ്മെന്റ് വന്നിട്ട് നമുക്ക് എക്സിക്യൂഷൻ കിട്ടുമായിരുന്നു. പക്ഷെ വളരെ ഇമ്പൾസീവ് ആയിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രോ ലിക്വിഡിറ്റി ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏഷ്യയുടെ ഹൈസ് ആണ് അങ്ങോട്ടേക്കുള്ള ഒരു ഡ്രോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് പോക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് ഓർഡേഴ്സ് ക്യാൻസൽഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഏരിയാസിലേക്ക് നോക്കുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സിക്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഷെയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം എനിക്ക് വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാര്യങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൺഡേ ആയിരുന്നു വണ്ടിയും കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ട്രേഡ്സോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഡേ ആയിരുന്നു.
ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റ് അപ്പ് ആക്കാം. ഒരു 50 മിനിറ്റ്സ് കൊടുക്കാം. നമുക്കിനി ന്യൂയോർക്ക് ചെയ്യണം. ന്യൂയോർക്കിലെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. അതേപോലെ തന്നെ എനിക്കിവിടെ നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞിട്ടാല് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യങ്ങളിലുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ. ഇവിടെ സ്പീഡാക്കി കൊടുത്താൽ മതി. നമുക്ക് ആ നെക്സ്റ്റ് സെഷനിലേക്ക് ആ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ സെഷൻ റേഞ്ചും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏഷ്യൻ, ലണ്ടൻ ഇത് ന്യൂയോർക്കാണ്. ന്യൂയോർക്കിന്റെ ടൈം എടുത്തിട്ടുള്ളത് 7 to 10 ആണ് ടൈം എടുത്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ പ്രീവിയസ് ഡേ ഹൈ എല്ലാം മാർക്കാന്ന് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. ഞാൻ ഇവിടെ കുറച്ച് സ്ലോ ആക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എസ്എൽ ട്രേഡ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് ട്രേഡ് എടുത്തത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ഡേയുടെ ആ ഒരു ലെവൽസിലേക്കുള്ള ഒരു റൺ ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പ്രൈസ് ഈ ഒരു സെൽ സൈഡിൽ കൊടുത്തിയാൽ എടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ചെറുതായിട്ട് ഒരു കൺസോൾട്ടേഷൻ പോലെയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രേഡ് പ്ലാൻ വരുന്നുണ്ടാവുക 2 മുതൽ 5 വരെയുള്ള ആ ഒരു ടൈം സോണിലായിരിക്കും നമുക്ക് ട്രേഡ് പ്ലാനും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ. വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിലേക്ക്. 2 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ടു 5 ഈ ഒരു ടൈമിന്റെ അകത്തായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളെല്ലാം പുഷ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ പ്രൈസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു സെൽ സൈഡിൽ കുറിച്ച് എടുക്കുന്നുണ്ട്. പ്രൈസ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ടേക്കൻ ഔട്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതേ രീതിയിലുള്ള മൊമെന്റം മൺഡേ കാണിച്ചിട്ടുണ്ട്. ഞാൻ നോർമലി ട്രേഡ് പ്ലാൻ ചെയ്യാറുള്ളത് മൺഡേ എങ്ങനെയാണോ പ്ലേ അപ്പ് ചെയ്തിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ലോജിക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകാം. എനിക്ക് നോർമലി ലണ്ടനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ രണ്ടിൽ കണ്ടിന്യൂഷൻസ് ഉണ്ട്, റിവേഴ്സൽസ് ഉണ്ട്. ഈ 2 മോഡൽസിലായിരിക്കും മാർക്കറ്റ് നോർമലി പോകുന്നുണ്ടാവും. അപ്പൊ അതിന് രണ്ടിനും ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയാസ് ഒരു രീതിയിലാണ് ഞാൻ അവിടെ വെക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു മൺഡേയിലെ പ്ലേ അപ്പ് ഒരു ഏരിയയിൽ വെക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി മിക്സപ്പ് ചെയ്തൊരു ഐഡിയയിലായിരിക്കും ഞാൻ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളും പറയാറുണ്ട്. ഓക്കെ. അപ്പൊ സിമിലർ നമുക്ക് ആ ഒരു മൺഡേ കാണുന്ന പോലെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ലോ റെസിസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്ര കൺഫേം അല്ല. പക്ഷെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയാസിന് എൻടർ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു എൻടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലോ വെച്ചിട്ടുണ്ടായിരുന്നു. ടിപി നമ്മളൊരു 1:2 ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ ഒരു പ്ലേസ് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. എൻടർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഒയ്യോ! നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. ഓക്കെ. ആ ഒരു ട്രേഡ് നമുക്കൊരു ലോസ് ട്രേഡ് ആയിരുന്നു അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമ്മുടെ ആ ഒരു വീക്കിലെ ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ലോസ് ആയിരുന്നു. നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ട്രേഡ് എടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. 10 മിനിറ്റ്സ് ആക്കുന്നുണ്ട്. നമുക്കൊരു എൻബിഐയിലേക്ക് വെയിറ്റ് ചെയ്യാം. നോർമലി ഫസ്റ്റ് ട്രേഡ് എസ്എൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ മാറി നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യും. നമ്മൾ കുറച്ച് നേരം വാച്ച് ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് ഒരു മൊമെന്റ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. കൺസോൾട്ടേഷൻ ഒരു വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് അതിന് അത്ര രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം. ഓക്കെ. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകുക ന്യൂയോർക്ക് സോൺ ഓപ്പണിങ്ങിനാണ്. ന്യൂയോർക്ക് സോൺ ഓപ്പണിംഗ് വരുന്നുണ്ടാകുക 7 to 10ന്റെ അകത്തായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു ട്രേഡ് നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൊടുത്തൊരു ട്രേഡാണ്. ഈ ഒരു ഏരിയാസിൽ എക്സാക്ട് ആ ഒരു സെയിം ലെവലിൽ അതേപോലെ തന്നെ എസ്എൽ വന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രേഡ് നമ്മൾ ആ ഒരു ചോപ്പിനെസ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ട്രേഡ് ഈ ഒരു രീതിയിലായിരുന്നു ട്രേഡ് എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഹൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. അത് ടേക്കൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഓക്കെ. നമ്മൾ ഓൾമോസ്റ്റ് ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിമിലർ ഏരിയയിൽ നിന്നാണ് ഞാൻ അവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയാസിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലാണ് വെച്ചിട്ടുള്ളത്. ടിപി ഒരു 1:2 ആണ് ഞാൻ പ്ലേസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പ്ലേസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യാണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു പ്ലേസ് ഓർഡർ എന്നുള്ള ഏരിയാസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു എൻട്രി, സെൽ ലിമിറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ പ്ലേ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് അവിടെ. വളരെ ക്ലീൻ ആയിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. ഓക്കെ. നമുക്ക് ആ ഒരു വളരെ ക്വിക്ക് ആയിട്ട് ഒരു ടിപി എന്നുള്ള രീതിയിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. ആ ഒരു കൺസോൾട്ടേഷനും
പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 1:2 ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു ദിവസത്തെ ഫസ്റ്റ് ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ എസ്എൽ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ട്രേഡ് വളരെ ക്ലീൻ ആയിട്ട് നമുക്കിവിടെ ഒരു പിൻ പോയിന്റ് എൻട്രി ആൻഡ് എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സിമിലർ ആയിട്ട് ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ട്രേഡിന് വെയിറ്റ് ചെയ്യാം. ഞാൻ ടൈം കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സ് കൊടുത്തിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ലണ്ടൻ കിൽ സോൺ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ന്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഡേ ഞാൻ കുറച്ച് ട്രാവലിംഗിലായിരുന്നു. ആരും അപ്ഡേറ്റും കാര്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലൈവ് സെഷനോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അതേപോലെ നമ്മുടെ ന്യൂസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഫാസ്റ്റ് അപ്പ് ആക്കാം ഞാന്. ഓക്കെ. ഞാൻ ഇതിനെ കുറച്ച് സ്ലോ ആക്കാം. നമ്മളെ ആ ഒരു സെഷൻ ആയിട്ടുണ്ട്. നമ്മളെ ആ ഒരു 2:00 ശേഷം ഒരു റണ്ണ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെന്റം വന്നിട്ടുണ്ട്. നമുക്ക് ഈസിലി ഈ ഒരു പ്രീവിയസ് ഡേ ലോ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. ഈ ഒരു ട്രേഡ് ഞാന് എൻട്രി ആൻഡ് എക്സിറ്റിന് ശേഷമായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഈ ഒരു ട്രേഡ് എടുത്തിട്ട് പറഞ്ഞത് റീസൺ എത്ര ഞാൻ കുറച്ച് ട്രാവലിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എക്സിക്യൂഷനും ടിപിയും കാര്യങ്ങളും അതിന് ശേഷമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇവിടെ നല്ല നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായത്. ഓക്കെ. ഫസ്റ്റ് ഞാൻ ഈ ഒരു റിട്രേസ്മെന്റിൽ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു FEGsന്ന്. ഈ ഒരു SL നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എക്സിക്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രൈസ് വളരെ ഇമ്പൾസീവ് ആയി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ ട്രേഡ് പ്ലേസ് ചെയ്തു. SL വെച്ചിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹൈസിന്റെ മുകളിലാണ് ഞാൻ SLും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഈ ഒരു ഹൈസിന്റെ മുകളിൽ ഒരു 1:2 എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ട്രേഡ്. ഓക്കെ. 1:2. നമുക്ക് ആ ഒരു ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. സേവ് ചെയ്യാണ്ട് കൊടുക്കാം. ഓർഡർ ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഒന്നുകൂടി നോക്കാം. വേറെ ഉണ്ട്. ഓക്കെ. ലിമിറ്റ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ. എൻട്രി എക്സിക്യൂഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് ഫാള് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു എൻട്രി എടുത്ത ആ ഒരു FEGsയിലേക്ക് വീണ്ടും എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഏരിയാസിനായിരുന്നു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്രേസ്മെന്റ് വന്നു, ഫാള് വന്നു. ഓക്കെ. ആ ഒരു എക്സിക്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിന് ട്രേഡ് എടുത്തു. ഈ ഒരു ഏരിയാസിന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു 1:2 ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കഴിഞ്ഞ ആ ഒരു ന്യൂയോർക്കിൽ ഒരു TP കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലണ്ടനിൽ TP കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഒരു SL ട്രേഡ് ആയിരുന്നു കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. നമുക്കിനി കുറച്ച് ഫാസ്റ്റ് അപ്പ് ആക്കാം. നെക്സ്റ്റ് ട്രേഡ് വരുന്നുണ്ടാകുക ആ ഒരു NY കിൽ സോണിന്റെ ടൈമാണ്. ഓക്കെ. NY കിൽ സോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നത് ഈ ഒരു രീതിയിലാണ്. പ്രൈസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നു. ഈ ഒരു ഏരിയാസിന് റിവേഴ്സൽ എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു എക്സിക്യൂഷൻ കാണിച്ചു തരാം. പ്രൈസ് ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡിൽ കുടിച്ചെടുത്തു. വളരെ ഇമ്പൾസീവ് ആയിട്ട് ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാം. ഓക്കെ. പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ഒരു FEGs ഞാൻ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങോട്ടേക്ക് നമുക്കൊരു മിറ്റിഗേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു മിറ്റിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു എൻട്രി എക്സിക്യൂഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അതിന് ശേഷം ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ് ക്ലോസ്ഡ് ക്യാൻസൽസ് ബിഫോർ ഡൗൺ ക്ലോസ്ഡ്. അപ്പൊ ഈ ഒരു ഏരിയാസ് ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്ക്. അതേപോലെ തന്നെ SL വെച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലായിരുന്നു. ടാർഗറ്റ് ഒരു 1:2 ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു പ്ലേസ് ഓർഡർ എന്നുള്ള ഏരിയാസിലേക്ക് പോയിട്ട് പ്ലേസ് ഓർഡർ ഒന്നും കൂടി കൊടുക്കാം. സേവ് ചെയ്യണം. 1 സെക്കൻഡ്, എന്തോ മിസ്റ്റേക്ക് പറ്റി. ഒന്നുകൂടി കൊടുക്കാം. ഓക്കെ. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും എറർ വരുന്ന സമയം നിങ്ങൾ നോക്കുക. ഓക്കെ. നമ്മൾ എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് അവിടെ. ഈ ഒരു ട്രേഡ് നമുക്കൊരു ലോസ് ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും SL വരെ പോയിട്ട് അവിടുന്ന് റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ SL കുറച്ച് ബഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ SLോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു ഏരിയാസിൽ വന്ന സമയത്ത് വീണ്ടും എക്സ്പെക്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകുന്നായിരുന്നു.
പക്ഷെ പ്രൈസ് വീണ്ടും അപ്സൈഡിലേക്ക് പോയിട്ട് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലായിരുന്നു കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പ്രൈസ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ്മെന്റും ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എസ്എൽ അടിച്ചുള്ള ഒരു ട്രേഡാണ്. ഓക്കെ. ഓക്കെ. ആ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 1 ടിപി 1 എസ്എൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ആ ഒരു ലണ്ടൻ കിൽ സോണിലേക്ക് പോവാം. കുറച്ചുകൂടി ഫാസ്റ്റ് സ്റ്റെപ്പ് ആക്കുന്നുണ്ട്. ഗോ ടു നെക്സ്റ്റ് ലണ്ടൻ എന്നുള്ള ഏരിയാസിലേക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു ലണ്ടൻ സെഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ ഫസ്റ്റ് ആ ഒരു സ്ലോ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു മൊമെന്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആ ഒരു ലണ്ടൻ സെഷൻ മാത്രമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു നോർമലി ഉള്ള ക്യാൻഡിൽസ് കണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെഷൻ ബേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. നമ്മളിപ്പം സെഷൻ ബേസ് മാത്രമായിട്ടാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലണ്ടൻ സെഷൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻ ബേസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ വേണ്ടി പറ്റും. ഏഷ്യയുടെ ആ ഒരു സെഷനും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലണ്ടനിൽ ഒരു ട്രേഡ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള ട്രേഡ് പ്ലാൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. വെയിറ്റ് ചെയ്യാം. ഓക്കെ. അതായത് പ്രൈസ് ഇവിടെ നല്ല രീതിയിൽ ആ ഒരു ലിക്വിഡിറ്റിയിൽ എടുത്ത് ഡിസ്പ്ലേസ് ചെയ്ത സമയത്ത് ഈ ഒരു ഏരിയാസ് കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ ഡിസ്പ്ലേസ്മെന്റും കാര്യങ്ങളും ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. പ്രൈസ് ഞാൻ ഈ ഒരു ഏരിയാസിൽ ഒരു ട്രേഡ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എസ്എൽ ഈ ഒരു ഹൈ ആണ്. സ്റ്റോപ്പ് ലോസ് ഒരു 1:2 എന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയാസ് ഞാൻ ട്രേഡ് പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേസ് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഓക്കേ. ഓക്കെ. ഓർഡേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു രീതിയിലാണ് ട്രേഡ് എക്സിക്യൂഷൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഒരു എസ്എൽ ട്രേഡ് ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. വളരെ ക്വിക്കായിട്ട് അപ്സൈഡിലേക്ക് പോയിട്ട് എസ്എൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്ക് വേറെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളൊന്നും ആ ഒരു സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. നമുക്ക് വീണ്ടും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയാസിലെല്ലാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാറി നിൽക്കുവാണ്. എന്റെ ഡയറക്ഷൻസ് ഒന്നും ക്ലിയർ അല്ല. കാരണം വെച്ചാൽ ഡൗൺ സൈഡ് സ്വീപ്പ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയി അപ്സൈഡ് സ്വീപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു. നമുക്ക് ഈ ഒരു എഫ്ഇജി നല്ല ഷോർട്ടും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു ലണ്ടൻ കിൽ സോൺ. പക്ഷെ നമ്മൾ ട്രേഡോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. നമുക്കറിയാം എസ്എല്ലും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്എൽ ട്രേഡ് ആണ്. എസ്എൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഈ ഒരു ട്രേഡ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു നെക്സ്റ്റ് ഇവിടെ പോവാം. ന്യൂയോർക്ക് സെഷൻ കൊടുക്കാം. ന്യൂയോർക്കിൽ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ലണ്ടൻ സെഷൻ കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ ഞാൻ പ്ലേ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു രീതിയിലുള്ള ട്രേഡ് പ്ലാൻ ആയിരുന്നു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എസ്എൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എസ്എൽ, ഇവിടെ ഒരു എസ്എൽ, ഇവിടെ ഒരു ടിപി, ഇവിടെ ഒരു ടിപി. ഓക്കെ. അതിനുശേഷം ഞാൻ ഈ ഒരു ഏരിയാസ് ഒന്നും ട്രേഡ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കാര്യമായിട്ട് ഒരു മൊമെന്റോ കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ഏരിയാസ് ഒന്നും. അപ്പോൾ ട്രേഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെഷനിൽ നോക്കി നെക്സ്റ്റ് ഡേയ്സിലേക്ക് നോക്കി. ഓക്കെ. ഈ ഒരു ഏരിയാസിന് പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലോജിക്കും കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് കാണാൻ വേണ്ടി പറ്റും പ്രോപ്പർ ആയിട്ട് നാൽസും കാര്യങ്ങളും ഷെയർ ചെയ്തതിന് ശേഷമാണ്. ഒരിക്കലും നിങ്ങൾ ആ ഒരു സിഗ്നൽ ആയിട്ട് എടുക്കേണ്ട. എന്റെ എക്സിക്യൂഷൻ ഷെയർ ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ. ഈ ഒരു ഏരിയാസ് ഞാൻ ട്രേഡ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രേഡ് എടുത്തു. എസ്എൽ ഇതിന്റെ മുകളിൽ ഒരു ട്രേഡ് ഒരു 1:2 എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമുക്ക് ആ ഒരു പ്ലേസ് ഓർഡർ എന്നുള്ള ഏരിയാസിലേക്ക് പോയിട്ട് കൊടുക്കാം. ഓർഡർ ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ. ഇവിടെ വെക്കാം. ഓക്കെ. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ക്യാൻഡിൽസിന്റെ ഏരിയാസിലേക്ക് പോയി കൊടുക്കുന്ന സമയത്താണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ. നമ്മുടെ ട്രേഡ് എക്സിക്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് അവിടെ കൊണ്ടുവന്ന് കുറച്ച് കൺസോൾട്ടേഷനും കാര്യങ്ങളിലും ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. വളരെ ക്വിക്ക് ആയിട്ടൊരു മൊമെന്റം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡില് എസ്എൽ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് എസ്എൽ എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് അവിടുന്ന് റിവേഴ്സ് ആയി പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രേഡിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡ് ആയിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്റെ ആ ഒരു സ്പ്രെഡും കാര്യങ്ങളും വളരെ ക്ലീൻ ആയിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ.
ഓക്കെ. അത് ഓൾമോസ്റ്റ് എസ്എൽ വരെ പോയി. അവിടുന്ന് റിവേഴ്സൽ വന്നു. ശേഷം വളരെ സ്ലോ ആയിട്ടൊരു മൊമെന്റം കാണിച്ചു. ടിപി ടേക്ക് ഔട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഓൾമോസ്റ്റ് എസ്എൽ വരെ വന്നു. സ്വീപ്പ് ചെയ്തു. അവിടുന്ന് റിവേഴ്സൽ വന്നു. ഓക്കെ. നമുക്ക് ആ ഒരു ടിപി ട്രേഡ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എൻവൈയിൽ തന്നെ വീണ്ടും ഒരു സെൽ പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സെഷനിലേക്ക് പോവാം. ഇവിടെ പോവാം. ന്യൂയോർക്ക് സെഷൻ കൊടുക്കാം. ഓക്കെ. നമ്മൾ ആ ഒരു ഫ്രീ വേർഷനിലാണുള്ളത്. ഓക്കെ. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. നിങ്ങൾ ഈ ഒരു ഫ്രീ ചാർട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, 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 ഓക്കെ. കുറച്ച് ഫാസ്റ്റ് ആയി പോയി. 5 മിനിറ്റ്സ് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് ഇവിടെ ട്രേഡ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ ടേക്കൻ ഔട്ട് ചെയ്ത് ഈ ഒരു ഏരിയാസിൽ വരുത്താണെങ്കിൽ ഷോർട്ട് എടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ഏരിയാസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു പെൻഡിങ് ഓർഡർ ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ് പ്ലാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു റിസ്കി വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ ഒരു ട്രേഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു രീതിയിൽ പ്രൈസ് വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ഈ ഒരു അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിൽസ് ബേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഷോർട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റിസ്കി വൺ ആണ്. നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ ഒരു 1:2 ട്രേഡ് ആണ്. ഞാൻ പ്ലേസ് ചെയ്ത ഓർഡർ കൊടുക്കാം. സേവ് ചെയ്യാണ്ട്. 1 സെക്കൻഡ്. അതൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വാട്ട് ഹാപ്പൻഡ്? ഓക്കെ. ഇപ്പൊ സെറ്റ് ആയി. 1000 സ്റ്റോപ്പ് ലോസ് ടിപി 2000. ഓക്കെ. ഞാനൊന്ന് ഈ ഒരു പോസ്റ്റ് ബട്ടൺ മാറ്റുന്നുണ്ട്. നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 1:1 എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റും ഈ ഒരു ഹൈസ് ടേക്കൻ ഔട്ട് ചെയ്ത് പ്രൈസ് നോർമലി ഒരു ഏരിയാസ് വാലിഡേറ്റ് ചെയ്തിട്ടില്ല. പ്രൈസ് വളരെ ഇമ്പൾസീവ് ആയി ഡൗൺ സൈഡിലേക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം കാണാൻ വേണ്ടി പറ്റും ഒരു 1:1 മൊമെന്റം വന്നു. അതിനുശേഷം എസ്എൽ ഹിറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ ഒരു ദിവസം നോക്കലാണെങ്കിൽ 1 ടിപി ട്രേഡ്, 1 എസ്എൽ ട്രേഡ്. ഓക്കെ. ലാസ്റ്റ് ഞാൻ P&L കാര്യങ്ങളും ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ പ്രൊഫോമിൽ എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ബ്രോക്കർ അക്കൗണ്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ചെറിയ ഡോളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എത്ര ആ ഒരു ടാർഗറ്റ് വന്നിട്ടുണ്ട്, ആ ഒരു ലോസ് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരുന്നു എന്റെ പായിട്ട് ഉണ്ടായത്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 1 SL 1 TP. ഓക്കെ. നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരുന്നു ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു എസ്എൽ ട്രേഡ് ആയിരുന്നു. നമ്മൾ ലോസിംഗ് ആയിട്ടായിരുന്നു ആ ഒരു ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻവൈയിൽ വീണ്ടും പോയിട്ട് ട്രേഡോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടില്ല. ഞാൻ ട്രേഡ് എടുത്ത എല്ലാം ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബുധനാഴ്ച നോക്കലാണെന്നുണ്ടെങ്കിൽ 1 TP 1 SL നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചൊവ്വാഴ്ച നോക്കലാണെങ്കിൽ 1 SL 1 TP പ്രോഫിറ്റബിൾ ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൺഡേ നമുക്ക് ട്രേഡ്സ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്കൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അനലിസ്റ്റിക്സിലേക്ക് പോവാം. ഓക്കെ. നമ്മളൊരു പ്രോഫിറ്റബിൾ ആയിട്ടാണ് ആ ഒരു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു P&L ജസ്റ്റ് ഈ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബേസ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സിമിലർ രീതിയിൽ തന്നെയാണ് ട്രേഡ് എക്സിക്യൂഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. ഇവിടെ ബാലൻസ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഒരു 42% ആണ് കഴിഞ്ഞ വീക്ക് നമുക്ക് വിൻ റേറ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്റെ ഒരു വിൻ റേറ്റ് പറയലാണെന്നുണ്ടെങ്കിൽ ഒരു 60 പ്ലസ് ആയിരിക്കും. ഒരു 65 എന്നുള്ള രീതിയിലായിരിക്കും. നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി ഓരോ വീക്ക് നല്ല രീതിയിൽ പ്ലേ അപ്പ് ചെയ്യുന്നുണ്ടാവും. മൊത്തത്തിൽ നമ്മളാ ഒരു ഒരു 3 ടു 6 മന്ത് എടുക്കുന്ന സമയത്ത് നമുക്കൊരു വിൻ റേറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു 60 പ്ലസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. ഇവിടെ ഈ ഒരു വീക്ക് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ട്രേഡ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 7 ട്രേഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ബാക്കിയുള്ള സ്റ്റോളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബൈ എത്ര എടുത്തിട്ടുണ്ട്, സെൽ എത്ര എടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ.
അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോ വേർഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം എഫ്എക്സ് റീപ്ലേ ആയിട്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ ഒരു ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് ബൈയും കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.